സംരക്ഷിക്കാൻ പരമാവധി നോക്കിയില്ലേ? രണ്ട് ചേരികളും പരമാവധി നോക്കിയില്ലേ? ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്, കേൾക്കാമോ? രണ്ട് ചേരികൾ അവരവരുടേതായിട്ടുള്ള വാദങ്ങൾ നമുക്ക് മുന്നിൽ തൗഫീഖ് ഞാൻ സംസാരിക്കുന്നു. രണ്ട് ചേരികളും അവരവരുടേതായ വാദങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഒരു ജനപ്രതിനിധിയും നേരിട്ടില്ലാത്ത തരത്തിൽ ആരോപണ പരമ്പരകൾക്ക് ഇരയായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണത്തിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾ അവിടെ നിൽക്കട്ടെ, മറ്റ് സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്ന നിലയാണ്. അവസാനം ഇപ്പോൾ സനോജ് പരാമർശിച്ചൊരു കാര്യം സൈബർ ആക്രമണം ഉമാ തോമസിനെതിരെയും KC വേണുഗോപാലിൻ്റെ പത്നി ആശ ടീച്ചർക്കെതിരെയും ഉണ്ടായി എന്നാണ്. ഞാനും അത് ആമുഖത്തിൽ പറഞ്ഞതാണ്. ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്ന് സംസാരിച്ചപ്പോൾ ഈ ആരോപണം ഉയർത്തിയ വ്യക്തികളോട് രണ്ട് സാന്ത്വന വാക്കെങ്കിലും ഔപചാരികമായി പോലും പറയാൻ തയ്യാറായില്ല. നിങ്ങൾ ഉന്നയിച്ച ആരോപണം ഞങ്ങൾ വിലമതിക്കുന്നു, ഞങ്ങളതിൽ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം എന്നൊരു വാക്യം രണ്ടുപേരും പറഞ്ഞില്ല. ഒപ്പം തന്നെ തങ്ങളുടെ സൈബർ അണികളോട് തങ്ങളുടെ തന്നെ വനിതാ നേതാക്കളെ ആക്രമിക്കുന്ന ആ രീതിയിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഇരുവരും പറഞ്ഞില്ല. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തൗഫീഖ് പറഞ്ഞതുണ്ട്, സനോജ് പറഞ്ഞതുണ്ട്. താങ്കളുടെ പ്രതികരണം ജയചന്ദ്രൻ. NBC ഇതിൽ നമ്മൾ ഇപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞതൊക്കെ തൗഫീഖ് പറഞ്ഞു. അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ പൊതുവായി പറയുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു സംഗതിയാണ് ഇന്നസെൻ്റ് അണ്ടിൽ പ്രോവൺ ഗിൽറ്റി എന്നുള്ള ആ ഒരു പ്രമാണം, നിയമപ്രമാണം. ഇന്നസെൻ്റ് അണ്ടിൽ പ്രോവൺ ഗിൽറ്റി, കുറ്റവാളിയിൽ നിന്ന് തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായിട്ട് കണക്കാക്കണം എന്നുള്ള ആ ഒരു നിയമപ്രമാണമുണ്ട്. അതാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം തികഞ്ഞ വ്യക്തതയുള്ള ആയതുകൊണ്ടാണല്ലോ ഉമാ തോമസ് MLA മുതൽ എത്രയോ വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ അവരുടെ ഈ സ്ഫോടനാത്മകമായ നിലപാട് പരസ്യമായി പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ സനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ KC വേണുഗോപാലിൻ്റെ ഭാര്യ ആ ടീച്ചർ അവർ പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് ഓടേണ്ടി വന്നില്ല, അവരുടെ പോസ്റ്റ് തന്നെ, FB പോസ്റ്റ് തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് എന്താണ്? 19 പരാതിയാണ് സനോജ്, 14 19 പരാതിയാണ് KPCCക്ക് ഈ MLAക്കെതിരെ കിട്ടിയിട്ടുള്ളത്. കൂടാതെ AICCക്ക് താങ്കൾ സൂചിപ്പിച്ച മുൻ ജനപ്രതിനിധിയുടെ ഒരു പരാതിയുമുണ്ട്. ഇതൊക്കെ ഫ്രീസറിലിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ആരാണ്, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇയാൾ MLA പറഞ്ഞാൽ ശരി, താങ്കൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ് കേട്ടോ എന്നാണ് മറുപടി. അത് പറയണം. കോൺഗ്രസ് ഇപ്പോൾ തൗഫീഖല്ല പറയേണ്ടത്. KPCC പ്രസിഡന്റ് രാവിലെ ചോദ്യങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ലല്ലോ മാധ്യമപ്രവർത്തകരുടെ. അപ്പോൾ ഈ കുറ്റങ്ങളൊന്നും ചെയ്തില്ല എന്ന നിലപാടുള്ള രാഹുലിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത്? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഒന്ന് സമാധാനപരമായി രാജിവെപ്പിച്ചത് എന്തിനാണ്? അതൊന്നും ഒരു കാര്യവുമില്ലാതെയാണോ? ജനവികാരം ആണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഈ ജനവികാരം പാലക്കാട് വോട്ടർമാർ എങ്ങനെയാണ് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളീ പറയുന്നത് പോലെ ഇയാൾ കുറ്റക്കാരനൊന്നുമല്ല, മോശക്കാരനൊന്നുമല്ല, ഇയാൾക്കെതിരെയുള്ള ആരോപണമല്ല, മാർക്സിസ്റ്റുകാർ പടച്ചുവിടുന്നതാണ് എന്നുള്ള ആ വ്യാജ ന്യായീകരണത്തിൽ നിങ്ങൾക്ക് ഇയാളുടെ സർവ്വ അധമപ്രവർത്തികളെയും ഇത്തരത്തിലുള്ള അവിഹിത വീഴ്ചകളെയും എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും ശ്രീ തൗഫീഖ്? ഇതിനൊക്കെ ആദ്യം ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, നിങ്ങളുടെ ഭരണഘടനയെ നിങ്ങൾ തന്നെ KPCC പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം പുച്ഛിക്കുന്ന നിലയിലാണ് നിങ്ങൾ കാണിക്കുന്ന നടപടികളുടെ ഉള്ളടക്കം കിടക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭരണഘടന ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സസ്പെൻഷൻ സാധുവാകുന്നത്? അത് 30 ദിവസത്തേക്ക് സാധുവാകുമെന്ന് ഭരണഘടന തന്നെ പറയുന്നു, ഒന്ന്. രണ്ടാമത് അങ്ങനെ പ്രശ്നമുണ്ടായാൽ അയാളെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്നു, 2. ഇതൊന്നും ബാധകമല്ലാത്ത നിലയിൽ അയാൾ വീണ്ടും അഭംഗുരം തുടരുന്നു. അപ്പോൾ എന്നിട്ട് നേതാക്കളും താങ്കളെപ്പോലുള്ള വക്താക്കളും ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നത് ഇതിനേക്കാൾ മാതൃകാപരമായി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ താങ്കൾ പലരുടെയും കാര്യം പറഞ്ഞല്ലോ. ഈ എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം അഡ്വക്കേറ്റ് P. ശശിയുടേതാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. 2012
ഉണ്ടായ അദ്ദേഹത്തിന് കാസർഗോഡ് കോടതി വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി ആരും ഒളിപ്പിച്ചൊന്നും വെക്കാൻ കഴിയില്ലല്ലോ. താങ്കൾക്ക് ഇപ്പോൾ തന്നെ അവിടെ നിന്ന് നോക്കാമല്ലോ കാസർഗോഡ് കോടതിയുടെ വിധി എന്താണെന്നുള്ളത്.